ബീഹാറിൽ സർക്കാർ തസ്തികകളിൽ ജോലി നോക്കുന്ന സ്ത്രീകൾക്ക് കോളടിച്ചു. വമ്പൻ പ്രഖ്യാപനവുമായി നിതീഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് എല്ലാ സർക്കാർ ജോലികളിലെയും 35% തസ്തികകളിൽ ബീഹാറിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സംവരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, മോദി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതേ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ നിതീഷും സഞ്ചരിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതും. സ്ത്രീ ശാക്തീകരണം പ്രധാന മുന്നേറ്റമായി തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷത. അതിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ സംസ്ഥാന സർക്കാർ സർവീസുകളിലും എല്ലാ വിഭാഗങ്ങളിലെയും തലങ്ങളിലേക്കും തസ്തികകളിലേക്കും നേരിട്ടുള്ള നിയമനത്തിൽ ബീഹാറിലെ യഥാർത്ഥ താമസക്കാരായ വനിതാ സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി തന്നെ 35% സംവരണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. എല്ലാ തലത്തിലും വകുപ്പുകളിലും പൊതു സേവനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ ശ്രമഫലമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ബീഹാറിലെ ഭരണത്തിലും വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു തീരുമാനത്തിന്റെ ലക്ഷ്യമെന്നും ബീഹാർ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പാട്നയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടതും. യുവാക്കളോടുള്ള തന്റെ സർക്കാരിന്റെ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ നിയമാനുസൃത സ്ഥാപനമായ ബീഹാർ യൂത്ത് കമ്മീഷന്റെ രൂപീകരണവും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും അവരെ ശാക്തീകരിക്കുന്നതിനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിനുമായി തന്നെ ബീഹാർ യുവജന കമ്മീഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും നിങ്ങളെ ഞാൻ അറിയിക്കുന്നുവെന്നും അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്നും അദ്ദേഹം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിക്കൊണ്ട് വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന യുവാക്കളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബീഹാർ യുവജന കമ്മീഷൻ സർക്കാരിനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും ഉറപ്പു നൽകുന്നതിന് വേണ്ടി സർക്കാർ വകുപ്പുകളിൽ ഇത് ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 2 വൈസ് ചെയർപേഴ്സൺ, 7 അംഗങ്ങൾ എന്നിവരുണ്ടാകുമെന്നും എല്ലാവരും 45 വയസ്സ് താഴെയുള്ളവരായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ള പഠനത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഏർപ്പെട്ടിരിക്കുന്ന ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിനുള്ളിലെ സ്വകാര്യ മേഖലയിൽ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്ന യുവാക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത് ഉറപ്പാക്കുമെന്നും അതിനായി ഈ കമ്മീഷൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മദ്യം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തുടങ്ങിയ സാമൂഹിക തിന്മകളെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറാക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതലയായി പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ സ്പീക്കറിന് ശുപാർശകൾ നൽകാൻ സാധിക്കുമെന്നും നിതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ യുവാക്കളെ സ്വാശ്രയരും അതുപോലെ തന്നെ വൈദഗ്ധ്യമുള്ളവരും തൊഴിൽ സജ്ജരാക്കുന്നതിനും വരും തലമുറകൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുന്നതിനുമാണ് ഈ ഒരു സംരംഭം ലക്ഷ്യമിടുന്നത് എന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.